ഹലോ ഗൈസ്, അപ്പോൾ പരിപാടി എന്ന് പറഞ്ഞാൽ ഗ്ലൗസും കാര്യങ്ങളൊക്കെ സെറ്റായിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ഉള്ളൊരു ചെറിയൊരു ചെടി, അതാണ് നമ്മളിനി പറിക്കാൻ പോകുന്നത്. അപ്പോൾ ഓരോന്നിങ്ങനെ പറിച്ച് നമുക്ക് എന്ത് ചെയ്യാം, ഇതിൻ്റെ പ്ലാൻ എന്ത് ചെയ്യാം, സക്സസ് ചെയ്യാൻ പറ്റും നോക്കാം. അറിയാമേ, ആദ്യമായിട്ടാണ് ചെയ്യുന്നത്. ഓക്കെ ഗൈസ്, നെറ്റ് കിട്ടാൻ വേണ്ടി ചെയ്തതെന്ന് പറഞ്ഞാൽ ഈ ഒരു നെറ്റാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അത് എടുത്തതെന്ന് പറഞ്ഞാൽ ഇവിടെ നിന്നാണ് എടുത്തിരിക്കുന്നത്. ഓക്കെ, ഇത് കട്ട് ചെയ്തെടുത്ത് എന്തായാലും നമുക്ക് ഇതിൽ വെച്ചൊന്ന് പരീക്ഷിച്ച് നോക്കാം. എന്താണെന്ന് അറിയത്തില്ല. എന്തായാലും സംഭവം ഇപ്പോൾ ഏകദേശം സെറ്റാണ്. ആളുകളൊക്കെ നോക്കുന്നുണ്ട് ഇപ്പം എന്ത് ഭ്രാന്താണ് ഈ കാണിക്കണം എന്നുള്ളത്. എന്തായാലും അതിൻ്റെ ഫൈനൽ റിസൾട്ട് നമുക്ക് കാണാം. ഓക്കെ, അപ്പോൾ ഗൈസ്, അപ്പോൾ ഇതാണ് എൻ്റെ പ്രോപ്പർട്ടീസും കാര്യങ്ങളൊക്കെ. ഇതിന് വേണ്ടി നമ്മൾ ഗ്ലാസ് ഇതാണ് നമ്മൾ തയ്യാറാക്കിയിരിക്കുന്നത്. അപ്പം എത്രത്തോളം സക്സസ് ആവുമെന്ന് എനിക്കൊരു പിടുത്തവുമില്ല. എന്തായാലും ട്രൈ ചെയ്ത് നോക്കുന്നത് ഫസ്റ്റ് ടൈമാണ്. പിന്നെ വെള്ളം എടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ ഇതിലാണ് കുഴച്ച് ഇതിലൊന്ന് നമുക്ക് ഡിസൈനൊക്കെ വരുത്താനുള്ള സെറ്റപ്പൊക്കെ നോക്കേണ്ടത്. ഒരു ക്ലേ പോലെ ഞാൻ എടുക്കുകയാണ്. ഇത് ക്ലേ ആണോ ദൈവം തമ്പുരാനറിയാം. പിന്നെ നെറ്റ് നമ്മൾ പറഞ്ഞല്ലോ, ഈ ഒരു നെറ്റാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. പിന്നെ കുറച്ച് ആർട്ട് വർക്കിന് വേണ്ടി കുറേ ക്ലിങ്ങിളിങ്ങളൊക്കെ എടുത്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നമ്മൾ എടുത്ത ചെടികളെന്ന് പറഞ്ഞാൽ ഒന്ന് ഇതിനകത്ത് ഫിറ്റ് ചെയ്യാൻ പറ്റുമെന്ന് എനിക്കറിയത്തില്ല. ഈ ഒരു മോഡലിൽ ചെടിയാണ് വെച്ചിരിക്കുന്നത്. ഒന്ന് ഇതുണ്ട്, പിന്നെ രണ്ട് ഈ ഒരു മോഡലുണ്ട്. മൂന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സംഭവം ഇവിടെ നിൽക്കാനുള്ള സ്പേസിലിടും. മൂന്ന് പറഞ്ഞാൽ ഈ ഒരു ടൈപ്പ് ചെടി ഏതാണെന്ന് എനിക്കറിയത്തില്ല, പേരൊന്നും അറിയത്തില്ല. അതെല്ലാം എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ എനിക്ക് ഇഷ്ടപ്പെട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു മോഡൽ നല്ല രീതിയിൽ ഡിസൈനിങ് ആയിരിക്കും, അത് സെറ്റായിരിക്കും. പിന്നെ വേറൊരു ടൈപ്പ് അതേപോലത്തെ. അങ്ങനെ ഈ ഒരു ഇത്ര സാധനങ്ങൾ മാത്രമേ നിലവിൽ എൻ്റെ കയ്യിൽ പ്ലാൻസ് ആയിട്ടുള്ളൂ. ബാക്കി നമുക്ക് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ആഡ് ചെയ്യണമെങ്കിൽ ആഡ് ചെയ്യാം എന്നുള്ളത് മാത്രമേ ഉള്ളൂ. പിന്നെയെന്ന് പറഞ്ഞാൽ കുറച്ച് കല്ലുകളൊക്കെ എടുത്തിട്ടുണ്ട്. ഇവിടെ നിന്ന് തന്നെ എടുത്ത് സ്റ്റോക്ക് ചെയ്ത കല്ലുകളാണ്. കുറച്ച് നമ്മുടെ പാറക്കഷ്ണങ്ങളില്ലേ, പൊടിഞ്ഞ പാറക്കഷ്ണങ്ങൾ, അങ്ങനെയുള്ള എടുത്തിരിക്കുന്നത്. ഓക്കെ, അപ്പം ഇതെല്ലാം കൂടെ വെച്ചിട്ട് പിന്നെ ഇതിനകത്തെന്ന് പറഞ്ഞാൽ നല്ല നല്ല തടികളൊക്കെ എടുത്തിട്ടുണ്ട് കേട്ടോ. ഇതൊക്കെ ഒരു പനയെന്ന് ഞാൻ എടുത്തതാണ് കേട്ടോ, ഇവിടുത്തെ ഈന്തപ്പനയിൽ നിന്ന് എടുത്ത സാധനങ്ങളാണ്. പിന്നെ നല്ല നല്ല കിട്ടില്ല, നല്ല റോക്ക് കിട്ടിയിട്ടുണ്ട്. സോ ഇതെല്ലാം ഒന്ന് ഇതിൻ്റെ അകത്ത് ഫിറ്റ് ചെയ്യാൻ പറ്റൂല്ലെന്ന് ഒരു പ്രതീക്ഷയില്ല. എന്തായാലും ട്രൈ ചെയ്ത് നോക്കാം. സക്സസ് ആയി കഴിഞ്ഞാൽ വേറെ ലെവലായിരിക്കും. ഇനി നമുക്ക് ക്ലേ ഒന്ന് നമുക്ക് എന്ത് ചെയ്യാം, മേക്ക് ചെയ്ത് എടുത്തു നോക്കാം. ഇത് എത്രത്തോളം ശരിയാവുമെന്ന് എനിക്ക് അറിയത്തില്ല, ഉറപ്പൊന്നും ഞാൻ പറയുന്നില്ല. ബട്ട് ഇത് നമുക്ക് നോക്കാം. ഓക്കെ, സോ അതുകൊണ്ട് ആദ്യം ഞാൻ ഈ ഒരു വശത്തായിട്ട് ഇവിടെ ആയിട്ടൊന്ന് സെറ്റ് ചെയ്യാമെന്നാണ് വിചാരിക്കുന്നത്. ലേശം ഇവിടെ വെള്ളം ഒഴിച്ചിട്ട് ഇതെൻ്റെ വാളി എൻ്റെ മണ്ടയിൽ വെച്ചിട്ട് ഇതിനൊന്ന് പൊടിച്ചെടുത്തിട്ട് പിന്നെ സെറ്റ് ചെയ്യാൻ പറ്റുമെന്ന് എനിക്ക് ഉറപ്പൊന്നുമില്ല. ഇത് ക്ലേ ആവില്ല എന്നൊരു പിടുത്തവും ഇല്ലടേ എനിക്ക്. അതാണ് ഒന്നാമത്തെ കാര്യം. ദുബായിൽ ഇങ്ങനെയൊക്കെ ഇരുന്ന് ചെയ്യാമോ ഇല്ലയെന്നൊന്നും അറിയത്തില്ല. എന്തായാലും നമുക്കൊരു പരീക്ഷണം എന്നുള്ള രീതിയിൽ ഞാൻ ഒന്ന് ചെയ്യുന്ന ഇത് ഞാൻ സെറ്റാണ് കേട്ടോ. സാധനം സെറ്റായി വരുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഈ ഗ്ലാസ്സിൽ നമുക്ക് ആദ്യം നമുക്ക് എന്ത് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊന്ന് സെറ്റ് ചെയ്ത് നോക്കാം. അപ്പോൾ എങ്ങനെയാണ് ഇതിൻ്റെ എനിക്ക് അറിയത്തില്ല. ഇതിൻ്റെ പരുവം ഇതിപ്പോൾ കറക്റ്റാണോ ഒട്ടും ഇല്ലേ. ഇരിക്കുന്നുണ്ട് കേട്ടോ, സെറ്റാണ് കേട്ടോ. നോക്കട്ടെ, എൻ്റെ ഒരു ഡിസൈൻ എന്ന് പറഞ്ഞാൽ ഇവിടം വരെ മാക്സിമം കല്ല് കൊണ്ട് വന്നിട്ട് ഇവിടെ നമുക്ക് സെറ്റ് ചെയ്യാം. അതാണ് എൻ്റെ മനസ്സിലുള്ളത്. ഓക്കെ, അപ്പോൾ ആദ്യം നമുക്ക് കല്ല് സെറ്റ് ചെയ്യാം. കല്ലുകൊണ്ടൊന്നും ആവില്ലല്ലോടേ. ആക്ച്വലി കല്ല് കുറച്ചും കൂടെ വേണം. ഓക്കെ, അപ്പോൾ അത് എടുത്തിട്ട് വരുന്നതായിരിക്കും കുറച്ചുകൂടെ നല്ലത്. നേരത്തെ അവിടെ നിന്നൊരു കല്ല് കിട്ടിയായിരുന്നു, ആ കല്ലായിരിക്കും കുറച്ചുകൂടെ ബെറ്റർ ആണെന്ന് എനിക്ക് തോന്നുന്നു. ഞാൻ അത് എടുത്തേച്ച് വരാം. അപ്പോൾ ഗൈസ്, ഇപ്പോൾ ഏകദേശം ഈ ഒരു പരുവത്തിൽ ആക്കിയിട്ടുണ്ട്. ഇത്രയും ആക്കി വെച്ചിട്ടുണ്ട്. ഇതിനകത്ത് കുറേ വലിയ വലിയ കല്ലുകളൊക്കെ ഉണ്ട്, അതെടുത്ത് കളയണം. ഓക്കെ, അതിനുശേഷം നമ്മുടെ നെറ്റാണ് നമുക്കിനി ഇടേണ്ടത്. സോ നെറ്റ് ഇടാൻ വേണ്ടിയിട്ട് അതിൻ്റെ ഒരു അളവ് കട്ട് ചെയ്തെടുക്കണം. സംഭവം കുറച്ച് ഹാർഡ് വർക്കുള്ള പരിപാടിയാണ്. പക്ഷേ നല്ല ഒരു എന്താ പറയുക, വല്ലാത്തൊരു നമുക്കൊരു എന്താ പറയുക, ഒരു വല്ലാത്തൊരു ഫീൽ ഉണ്ടല്ലോ. ആ ഫീൽ എനിക്ക് കിട്ടുന്നുണ്ട് കേട്ടോ ഇതിൻ്റെ അകത്തുനിന്ന്. എനിക്കറിയില്ല എന്താണെന്നുള്ളത്. ഓക്കെ ഗൈസ്, ഏകദേശം അപ്പോൾ ഏകദേശം നെറ്റ് വിട്ട് ഓക്കെ നെറ്റ് വിട്ട് പിന്നെ അതിന് ശേഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിന് വളരാനായിട്ടുള്ളൊരു മണ്ണ് വേണമല്ലേ.
അങ്ങനെ ഒരു സാധനം ഉണ്ടല്ലോ ഇവിടെ. ഇത് എന്നെ സംബന്ധിച്ച് എങ്ങനെയെന്ന് പറഞ്ഞാൽ എനിക്കിവിടെ മണൽ മാത്രമേ കിട്ടുന്നുള്ളൂ, വേറെ സബ്സ്റ്റൻസ് ആയിട്ട് ഒന്നും കിട്ടുന്നില്ല. എനിക്ക് ഈ ഒരു മണലാണ് കിട്ടുന്നത്. പക്ഷെ ഇതിൽ തന്നെയാണ് ഈ ചെടികളെല്ലാം വളർന്ന് വന്നിട്ടും ഉള്ളത്. അതെങ്ങനെയെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്കൊരു പിടുത്തവുമില്ല. ഓക്കെ ഗൈസ്, അപ്പോൾ ഏകദേശം ഇതൊന്ന് സെറ്റായിട്ടുണ്ട്. ഓക്കെ, ഇതൊക്കെ ഒന്നൊന്ന് താത്തിപ്പിടിച്ച് ഒന്ന് ലെവൽ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ സാധനം സെറ്റാവും. ഇതാണ് ഫൈനലായിട്ടുള്ള ഒരു മൂഡെന്ന് പറയണത്. ഓക്കെ, ഇപ്പം ഈ ഒരു പരിപാടിയിലായിട്ടുണ്ട്. ഇനി നമുക്ക് അടുത്ത പരിപാടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഈ ചെളി നമുക്ക് തേക്കാം. അതിപ്പോൾ ഏകദേശം പരിപാടിയായിരിക്കുകയാണ്. നമുക്ക് ലേശം കൂടെ വെള്ളം ഒന്ന് താളിച്ചിട്ട് ഒന്നും കൂടെ ഒന്ന് പിടിച്ചു നോക്കട്ടെ, എങ്കിലേ അത് സെറ്റ് ആവുള്ളൂ. ഓക്കെ, ഏകദേശം സെറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് ലേശം കല്ലുകളൊക്കെ ഒന്ന് വാരി ഇട്ട് സെറ്റ് ചെയ്ത് നോക്കട്ടെ. നമ്മൾ നേരത്തെ മേടിച്ച കല്ലുകളൊക്കെ ഒന്ന് സെറ്റ് ചെയ്ത് കൊടുക്കണം. അതിനു മുമ്പ് ആദ്യം ഇതിൽ കുറെ വേണ്ടാത്ത കുറെ കല്ലുകളും ചില്ലുകളൊക്കെ കിടക്കുന്നു, അത് സെറ്റ് ചെയ്ത് കൊടുക്കണം. നമ്മുടെ സ്ട്രക്ചർ ഏകദേശം ആയിട്ടുണ്ട്. ഇതാണ് ഇപ്പോഴത്തെ ഒരു പരുവം. എങ്ങനെയുണ്ട്? ഇതിനകത്തൂടെ കാണാന്നൊക്കെ കുറച്ച് പാടായിരിക്കും, എന്നാലും ഇത് ഇങ്ങനെ കാണിച്ചു തരാം. എങ്ങനെയുണ്ട്? സാധനം സെറ്റാണെന്നാണ് എൻ്റെ വിശ്വാസം. ഇനി ഞാൻ കുറച്ചും കൂടെ ഒന്ന് ഇതിൻ്റെ തുടച്ച് വൃത്തിയാക്കട്ടെ. ഓക്കെ ഗൈസ്, ഇതിൻ്റെ ഒരു സ്ട്രക്ചർ ഏകദേശം ഇങ്ങനെയാണ് വരുന്നത്. എങ്ങനെയുണ്ട്? ഇതിപ്പോൾ ഇവിടെ ആയതുകൊണ്ട് ചിലപ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ ഒരു ഭംഗി കിട്ടിക്കോണമെന്നില്ല, എന്നാലും ഇതാണ്ട